സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു വചനം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം. നിങ്ങൾ അത് താഴോട്ടൊന്ന് വായിക്കണം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിഷമമായിട്ട് തോന്നാം, എങ്കിലും കുഴപ്പമില്ല, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിൽ യേശു വന്നിരിക്കുന്ന മറിയം സ്തോത്രം തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ ഒഴിക്കുന്ന അതിൻ്റെ സുഗന്ധവർഗം കൊണ്ട്, അതിൻ്റെ മണം കൊണ്ട് സ്തോത്രം യൂദ പറയുകയാണ്, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാം 300 വെള്ളിക്കാശിന് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. സ്തോത്രം. അതിലെന്നെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്, യേശുവിൻ്റെ കൂടെ നടക്കുന്ന യൂദയ്ക്ക് എപ്പോഴും ഒറ്റ ചിന്ത, പണം മാത്രം. യേശു തിരിഞ്ഞ് യൂദയോട് പറയുന്നുണ്ട്, ദരിദ്രന്മാരെല്ലാം എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുക്കയില്ല. പക്ഷെ ഇവളോ എൻ്റെ മരണത്തിൻ്റെ ചടങ്ങ് ചെയ്യുകയാണ്. അന്നേരം ഞാൻ വീണ്ടും ആ വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു തന്നത്, യൂദ കൂടെ നടക്കുന്ന, പക്ഷേ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചോ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചോ ഒന്നും ഒരു വെളിപ്പാടും യൂദയ്ക്ക് കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ ആ മറിയത്തെ നോക്ക്. സ്തോത്രം. ഈ വെളിപ്പാട് മറിയയ്ക്ക് ഇങ്ങനെ കിട്ടി. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ നിങ്ങൾ മനസ്സിരുത്തി വായിക്കണം. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പണം സ്തോത്രം അതൊരു വല്ലാത്ത ശത്രുവാണ്. പണമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ സ്തോത്രം ഒരു ധനവാൻ വന്ന് പറഞ്ഞു, നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് നീ എല്ലാം ചെയ്യും. അങ്ങനെ പറഞ്ഞു, ഞാനിതെല്ലാം കുഞ്ഞുനാളിലേ ചെയ്തു വരുന്നുണ്ടോ? ശരി, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ സ്വത്തൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ നീ എന്നെ വന്ന് അനുഗമിക്കുക. പക്ഷെ അത് ചെയ്തില്ല. അതിൽ എഴുതിയിരിക്കുന്ന പണത്തിൻ്റെ സ്വത്തിൻ്റെ വലിപ്പം കണ്ട് അവനത് പ്രയാസമെന്ന് തോന്നി. പണം നമുക്ക് വേണം, മിനിസ്ട്രിക്ക് പണം വേണം, ചർച്ച് കെട്ടാൻ പണം വേണം. പക്ഷെ നിൻ്റെ മൈൻഡ് പണത്തിനോട് ആവരുത്. കാരണം ആ പണം നിന്നെ ഭരിച്ചാൽ ദൈവം നിന്നോട് സംസാരിക്കുന്ന വെളിപ്പാട്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ വെളിപ്പാട് നിൻ്റെ ഹൃദയത്തിൽ കിട്ടത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം ഒന്നുകൂടെ മനസ്സിരുത്തി നിങ്ങൾ പഠിച്ചു നോക്ക്. ആ പണം തന്നെയാണ് യൂദയെ കെട്ടിത്തൂങ്ങി ചാവത്തക്ക നിലവാരത്തിലാക്കി കളഞ്ഞത്. സ്തോത്രം. കാരണം യൂദ യേശുവിൻ്റെ കൂടെയുണ്ട്. പണസഞ്ചി സൂക്ഷിക്കുന്നത് അങ്ങേരാണ്, അതിൽ വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, യേശുവാണോ വലുത്, പണമാണോ വലുത്? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സുവിശേഷത്തിന് പണം വേണം, പക്ഷെ അത് ദൈവം തരും. പണമെന്ന് പറഞ്ഞ് സ്പോൺസർ എന്ന് പറഞ്ഞ് നമ്മളെടുത്തും പോകില്ല. ഞാൻ ഒരുപാട് പേര് സ്തോത്രം ഞാൻ അങ്ങനെ സ്പോൺസർ പോലെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 3-4 വർഷത്തിന് മുമ്പ് ഒരുപാട് വേദനകൾ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ മൈൻഡ് നേരെ അങ്ങനെ ആയിപ്പോണം. സുവിശേഷത്തിന് നിങ്ങൾ 2 ഫ്ലക്സ് അടിച്ച് തരുമോ, അല്ലെങ്കിൽ നിങ്ങൾ സ്തോത്രം ആ ബോക്സിന് ഒന്ന് പൈസ കൊടുക്കുമോ, ഒരു പുതിയ ബോക്സ് നിങ്ങൾ എനിക്ക് സഹായിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ മനസ്സില്ല. പക്ഷെ നമ്മൾ ചോദിച്ച നമ്മൾ അവരുമായിട്ട് പിന്നെ ശത്രുവായി, നമ്മുടെ മനസ്സിലത് തങ്ങിക്കിടക്കും. പക്ഷെ അത് നിനക്ക് വചനധ്യാനത്തിന് ഭയങ്കര ഡേഞ്ചറാണ്. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് അത് ഭയങ്കര ഡേഞ്ചറാണ്. അത് സാത്താൻ വളരെ തന്ത്രപരമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇത്രയും അടുത്തിരുന്നിട്ട് യൂദയ്ക്ക് മനസ്സിലായില്ല. യേശു പറഞ്ഞ, ഞാൻ മരിക്കുന്നതിന് മുമ്പേ അവളെൻ്റെ ചടങ്ങുകൾ ചെയ്തതാണ്, തൈലം പൂശി അത് ചെയ്തു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ കൂടെ നടന്ന യൂദയ്ക്ക് അത് എന്തുകൊണ്ട് വെളിപ്പെട്ട് കിട്ടിയില്ല? യൂദയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയത് യേശുവിനെ എങ്ങനെ ഒറ്റി കൊടുക്കുക, ആ 30 വെള്ളിക്കാശ് എങ്ങനെ കൈക്കലാക്കാം, ആ പൈസ കൊണ്ട് അങ്ങേർക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ട. ഇത് എന്നിൽ കൂടി നിങ്ങൾ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയേണ്ടത്, സ്തോത്രം, എനിക്കും ഉണ്ടായിരുന്നു പൈസയെക്കുറിച്ചുള്ള ആ ഒരു ആകാംക്ഷ. ഇപ്പോൾ അതില്ല. കാരണം പണം നമ്മളെ ഭരിക്കരുത്. പണം അല്ല നമ്മളെ ഭരിക്കേണ്ടത്, പരിശുദ്ധാത്മാവാണ് നമ്മൾ ഭരിക്കേണ്ടത്. നിൻ്റെ കയ്യിൽ ദശാംശം വന്നാൽ നീ ആദ്യം ദൈവസന്നിധിയിൽ അത് കൊടുത്ത് പ്രാർത്ഥിക്കും, ദൈവമേ ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കണം. കാരണം ജനിച്ചപ്പോഴൊന്നും നമ്മളിവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് മരിച്ച് മേളിൽ പോകുമ്പോഴും നമ്മളിവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകില്ല. എത്ര കോടികൾ നീ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും ശരി തന്നെ, എത്ര കാർ നീ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും ശരി തന്നെ, എത്ര പേര് നീ സ്തോത്രം എടുത്തെന്ന് പറഞ്ഞാലും ശരിയല്ല, അതെല്ലാം ഇവിടെ ഇട്ടേച്ച് നിനക്ക് പോവേണ്ടി വരും. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്ക്, യൂദ കെട്ടിത്തൂങ്ങി ചാവേണ്ട ഗതികേടായി. അങ്ങനെയൊക്കെ മനസ്സലിവുണ്ടായി, ഇല്ലെന്നല്ല, പക്ഷെ അത് യേശുവിൻ്റെ അടുക്കൽ വരാനായിട്ട് ഭയങ്കര തടസ്സമായിരുന്നു. ഈ 2024 അവസാനിക്കുമ്പോൾ നീ ചിലത് തീരുമാനിക്കുക, കർത്താവേ പണം എനിക്ക് വേണ്ട, നീ അറിയാതെ 1 രൂപ എനിക്ക് വേണ്ട. സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് നടക്കാൻ ഹാനോക്ക് പരിശുദ്ധാത്മാവിനോട് നടന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക.
ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നിൻ്റെ മിനിസ്ട്രിക്കുള്ളതെല്ലാം എൻ്റെ ദൈവം കരുതി വയ്ക്കും. സ്തോത്രം. ഏദൻ തോട്ടം കംപ്ലീറ്റും നിർമ്മിച്ചിട്ടല്ലേ ആദാമിനെ ദൈവം സൃഷ്ടിച്ചേ? അതുകൊണ്ട് ഈ പണവുമായി ബന്ധപ്പെട്ട് സ്തോത്രം സകല പാസ്റ്റേഴ്സിൻ്റെ അകത്ത്, സകല ഫ്രണ്ട്സുകളുടെ ഇടയിലും ഇന്നും ഭിന്നതയില്ലേ? ഇന്നും ഭിന്ന അഭിപ്രായങ്ങളില്ലേ? അവനെ അത് കൊടുത്തവൻ ഇത് കൊടുത്തവൻ തന്നില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വയം ആത്മാവിൻ്റെ അകത്ത് ഇപ്പോഴും വൈരാഗ്യവും ഹൃദയത്തിൻ്റെ അകത്തില്ലേ? അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിരുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുമോ? ഇന്നും അനേക പാസ്റ്റേഴ്സും അനേക വിശ്വാസികൾ, അനേക നല്ല ഫ്രണ്ട്സുകൾ ഇപ്പോഴും സ്തോത്രം ഈ വിഷയം പറഞ്ഞല്ലേ പിണങ്ങി നിൽക്കുന്നേ? പരസ്പരം കൈകോർത്ത് പ്രാർത്ഥിച്ചവർ, പരസ്പരം ദൈവനാമത്തിന് ആത്മാവിൽ ആരാധിച്ചവർ ഈ പണത്തെ ചൊല്ലിയല്ലേ ഇപ്പോഴും പിണങ്ങിയിരിക്കുന്നേ? ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ മനസാക്ഷി കൈ വെച്ച് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മളൊരു യൂതയുടെ മൈൻഡല്ല നമുക്ക് വേണ്ടത്. സ്തോത്രം. ആ മറിയം ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ദൈവത്തിൻ്റെ വെളിപ്പാട് നമുക്ക് കിട്ടിയേ പറ്റൂ. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പണമല്ല നമ്മളെ ഭരിക്കേണ്ടത്, പരിശുദ്ധാത്മാവ്. നിങ്ങളൊന്നുകൂടി ഞാൻ പറയുന്ന ഈ വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം എടുത്ത് പഠിച്ചു നോക്ക്, വായിച്ചു നോക്ക്. ഇത്രയും കൂടെ നടന്ന ആ യൂതയ്ക്ക് എന്തുകൊണ്ടാണ് വെളിപ്പാട് കിട്ടാത്തത്? ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.